വന്നവരും പോയവരൊക്കെ എഫേർട്ട്ലെസ്ലി അങ്ങോട്ട് സ്കോർ ചെയ്തിട്ട് പോയി. സത്യം പടം കയ്യണ്ടേന്ന് തോന്നിപ്പോയി. അപ്പൊ നിവിനോണം മമിത ബൈജു, ഞാൻ മമിത ബൈജു OG ഫാനാ. ഞാൻ പ്രണയവിലാസം ഞാൻ ഒറ്റക്ക് പോയി കണ്ടിട്ടുണ്ട്. പണിയെടുക്കുന്ന സമയത്ത് ഡ്യൂട്ടി ടൈമിൽ. അത് പറഞ്ഞേക്കല്ലേ, അതെന്തിനാണ്? അത് വെറുതെ പണിയാൻ നേരം ഒരു മൂഡിലാണ് എടുക്കുക. അപ്പൊ പിന്നെ ഞാൻ ഒറ്റ പോയി കണ്ടു. സിനിമാറ്റോഗ്രാഫി നല്ല ഷോർട്സ് ആയിരുന്നു, എഡിറ്റിംഗ് നല്ല 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 കട്ട്സ്, ട്രാൻസിഷൻസ് കുറേ ട്രാൻസിഷൻ ആയിരുന്നു. എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും തീരെ ബോറടിച്ചിട്ടില്ല. ഇത് ഹിറ്റാണ്. പിന്നെ നല്ല ഓഡിയൻസ്, നല്ല ഓഡിയൻസ്, ഫുൾ ഫാമിലി, ഒരുപാട് കുട്ടികളും കാര്യങ്ങളും. ഞാൻ കണ്ടപ്പോ വിചാരിച്ചത് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, പിള്ളേരൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ചിൽ പിള്ളേരായിരുന്നു. ഇടയ്ക്ക് പിള്ളേര് സൗണ്ട് ആണ്ടൊക്കെ, പക്ഷെ നമ്മളത് അറിഞ്ഞില്ല. മൂവിയില് ഫുള്ളി ഇന്നായിരുന്നോണ്ട് ഒന്നും നമ്മൾ അറിഞ്ഞില്ല അതിനെ പറ്റി. ഗൈസ്, നമ്മളിപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിറങ്ങിയ ആടാണ്. സമയം രാത്രി 12:30. ഹൗസ്ഫുൾ ഷോ അല്ലേ? അടുത്ത ഷോക്ക് വേണ്ടി ഫുൾ ആൾക്കാർ അവിടെ. പ്രണവ് ടി പി ഫ്രെയിം ബ്രേക്ക് ബൈ പ്രണവ്. നീ ചാനലോടെ നല്ലോണം സംസാരിക്കണ്ട്. ഞാൻ തുടങ്ങിയാൽ നീക്ക് ഭീഷണിയായോടാ. അയ്യോ, അങ്ങനെ നമ്മൾ പടം കാണാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പോക്കണ്ണനും റീലോഡ് മീഡിയ എല്ലാരും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, സ്മൂത്ത് പടം. ഇതിന്റെ എന്താ പറയാ, സിനിമാറ്റോഗ്രാഫി, സോങ്സ് എല്ലാം കൂടെ എഡിറ്റിംഗ് ഒക്കെ സ്മൂത്ത്. നമ്മളിങ്ങനെ പടത്തിൽ ഇന്നായി കഴിഞ്ഞാൽ ത്രില്ലാന്നല്ല പറ്റില്ല, അതേപോലത്തെ ഫസ്റ്റ് തന്നെ ഇന്നായി. നല്ലൊരു ഫീൽ ഗുഡ്. പിന്നെ എല്ലാരും ഇന്ന് ദുബായില് 45 ഷോ ഉണ്ടായിരുന്നു. 45 ഷോയും ഹൗസ്ഫുള്ളാണ്. ടൈം ഇപ്പൊ രാത്രി 12:30 അടുത്ത ഷോക്ക് വേണ്ടി അവിടെ ഫുൾ ആൾക്കാരാണ്. സൺഡേ നൈറ്റ് ആണ്, തിങ്കളാഴ്ച എല്ലാവർക്കും ജോലിക്ക് പോകണം. മല്ലൂസ് ഒരു രക്ഷയില്ല, എവിടെ പോയാലും മല്ലൂസ്. ഞങ്ങള് ഈവനിങ് അൽസീബ് ഷൂട്ടിന് വേണ്ടി പോയി, സെറ്റ് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അവിടെ ഈ മല്ലൂസ് കാലുത്ത സ്ഥലമില്ല. നല്ല സിനിമയാണെങ്കിൽ ആൾക്കാര് അത് ഏറ്റെടുക്കും, അത് ഉറപ്പാണ്, ഒരു മാറ്റമില്ല. അപ്പൊ ഞാൻ ഖലീഫയുടെ ഇതുപോലെ റിയാക്ഷൻ റിവ്യൂ പോലെ തന്നെ കുറെ പേർക്ക് പല ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക്. പിന്നെ കണക്ക് തോന്നിയാൽ തരും, ബദ്ലഹീമിനെ പൊക്കാൻ വേണ്ടി ഖലീഫാനെ താക്കണം എന്നില്ല. എല്ലാം അടിപൊളിയാണ്. ഇപ്പം അയൺ ഗെയിം ദുൽഖർ പേടിച്ചിട്ടാണ് ഷൂട്ട് മാറ്റിയല്ല, റിലീസ് മാറ്റിയൊന്നുമില്ലേ. അതും എനിക്ക് എല്ലാ പടവും ഇറങ്ങണം, എല്ലാ പടവും കാണണം, എല്ലാ പടവും ഹിറ്റ് ആവട്ടെ, അതല്ലേ വേണ്ടേ? അതെ. അല്ലാണ്ട് ഈ പേടിച്ചിട്ടാണ് ഇത് റിലീസ് മാറ്റിയത്, ഇത് ഖലീഫ പോരാ, വിചാരിച്ചത്രയില്ല. നിങ്ങൾ അങ്ങനെ അധികം പ്രതീക്ഷിക്കാൻ പാടില്ല. കൊറേ നാള് ശേഷം ഇത്രയും ചിരിച്ചത്, ചിരിച്ച് നല്ല റൈറ്റിംഗ് ആയിരുന്നു. കാരണം ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഇല്ല. നല്ല റൈറ്റിംഗ് ആയിരുന്നു, നല്ല ആ കോമഡി സീൻസ് ഒക്കെ എല്ലാം വർക്കായി. എല്ലാരും ചില മറ്റേ ചെറിയ സാധനങ്ങളാണ്, മൈന്യൂട്ട് സാധനങ്ങളാണ്. അതാണ് നിവിന്റെ ഒരു മാനർസ്. ആർക്കും പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അതാണ് ഈ നിവിന്റെ അത് വേറെ ആർക്കും തൊടാൻ പറ്റില്ല. അയ്യോ, ആ ഒരു ക്യൂട്ട്നെസ് സാധനം. ക്ലാസ്സിൽ പറഞ്ഞ നിവിൻ ചിരിച്ചാലൊരു അതാണ്. നിവിൻ ചിരിച്ച അങ്ങനെ എന്തോ പറഞ്ഞു ക്ലാസ്സിൽ. പടം കാണാത്തവര് എന്തായാലും പടം ഫാമിലി ആയിട്ട് കാണാം, ഫാമിലി ആയിട്ട് പോയി കാണാം, ഫ്രണ്ട്സ് ആയിട്ട് കാണാം, പിന്നെ കപ്പിൾസ് ആയിട്ട് കാണാം, കപ്പിൾസ് ആയിട്ട് കാണാം, ഗേൾസ് ബോയ്സ് മിക്സ് ആയിട്ട് കാണാം, ഒറ്റ പോയി കാണാം, ആരുമില്ലാത്തവർ ഒറ്റ പോയി കാണാം. പിന്നെ ആരെയും കൂട്ടി പോകാൻ പറ്റുമോ? നിവിൻ പോളി അഗൈൻ ബാക്ക് ടു ട്രാക്ക്. OG നിവിൻ ഈസ് ബാക്ക്. ഇതാണ് വേണ്ടത്. ഇങ്ങനെ ഇറക്കിയാൽ മതി. വർഷത്തിൽ ഒരു പടം തൂക്കി. പിന്നല്ല, മമിത പൊളിച്ചു. സുരേഷ് കൃഷ്ണ, അയ്യോ, പിന്നെ നമ്മുടെ മറ്റേ ചങ്ങായി സംഗീതം കൊള്ളായിരുന്നു. സംഗീതം കൊള്ളാം. മറ്റവൻ ആവേശത്തിലെ ചങ്ങായി ഗ്ലിക്സൺ, സോറി. പിന്നെ ഇവന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച മറ്റേ പ്രേമലൂല് ഇവനെ സീനിയറായിട്ട് എടുത്തു. ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് കിഡിങ് അല്ലടാ, മറ്റവൻ ഇവൻ അവന്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നതാ. ചങ്ങായി പറഞ്ഞ കോമഡി ഒക്കെ ക്ലിക്ക് ചെയ്യുന്നു, എല്ലാ കൗണ്ടറും. ഇവന്റെ ഫ്രണ്ട് തന്നെ. ഒന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ കോമഡി അല്ല. അയ്യോ, ഞാൻ കേക്കോട്ടുള്ളേ ഇവന്റെ ഒടുക്കുന്ന ചവിട്ട്. ഞാൻ വീണ്ടും വന്നു. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ കമന്റ് ചെയ്യുക.
എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുക, നമുക്ക് കുറച്ച് കാര്യം കിട്ടും, റീച്ച് കിട്ടും. ഓക്കെ, എല്ലാവരും അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ബൈ ബൈ.